ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് കന്നഡ പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വാക്കുകൾ തന്നെ. വലിയ വലിയ വാക്കുകൾ കൊണ്ട് കന്നഡ പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് മലയാളം അറിയാം. അതിനാൽ യാതൊരു പ്രയാസവുമില്ല. എളുപ്പത്തിൽ കന്നഡ പഠിക്കാവുന്നതാണ്. ഇപ്പോൾ കഴിയില്ല സൂത്രത്തോടെ സ്പോക്കൺ കന്നഡ. എന്ത് സൂത്രം? കഴിയില്ല സൂത്രം. ഈ സൂത്രത്തെ പറ്റി വിശദീകരിച്ചറിയാൻ തുടർന്ന് വരുന്ന പേജിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ചെയ്യാൻ സാധിക്കാത്ത ജോലികളെ പറ്റി കന്നഡത്തിൽ പറയുന്നത് എങ്ങനെ? ചെയ്യാൻ സാധിക്കാത്ത ജോലികളെ പറ്റി കന്നഡത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ചെയ്യാൻ സാധിക്കാത്ത ജോലികളെ പറ്റി ഇതിനുള്ള മുമ്പുള്ള പാഠങ്ങളിൽ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാ ദിവസവും എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. അതിനാൽ ഇപ്പോൾ ആ ചെയ്യാൻ സാധിക്കാത്ത ജോലികളെ പറ്റി കന്നഡത്തിൽ എങ്ങനെ പറയാമെന്നത് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? കഴിയില്ല സൂത്രം. വാക്യത്തിൽ കഴിയില്ല എന്ന് വരുമ്പോൾ അത് തന്നെ പോകാൻ കഴിയില്ല, വായിക്കാൻ കഴിയില്ല, പഠിക്കാൻ കഴിയില്ല, പാടാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങൾ വരുമ്പോൾ ലാരനു എന്ന പദം ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മ വെച്ചുകൊള്ളുക. പോകുക എന്നാൽ കന്നഡത്തിൽ ഹോഗു. വായിക്കുക എന്നാൽ കന്നഡത്തിൽ ഓതു. പഠിക്കുക എന്നാൽ കന്നഡത്തിൽ കളിയു. പാടുക എന്നാൽ കന്നഡത്തിൽ ഹാഡു. സംസാരിക്കുക എന്നാൽ കന്നഡത്തിൽ മാതാടു. ഇവിടെയുള്ള ചാർട്ട് ശ്രദ്ധിച്ചു നോക്കുക. ഹോഗു പ്ലസ് ഓതു പ്ലസ് കളിയു പ്ലസ് ഹാഡു പ്ലസ് മാതാടു പ്ലസ് ലാരനു എന്ന് ചേർന്ന് വന്നാൽ എന്താകും? നമുക്ക് നോക്കാം. ഹോഗു പ്ലസ് ലാരനു എന്നാൽ ഹോഗലാരനു. ഓടു പ്ലസ് ലാരനു എന്നാൽ ഓതലാരനു. കളിയു പ്ലസ് ലാരനു എന്നാൽ കളിയലാരനു. ഹാഡു പ്ലസ് ലാരനു എന്നാൽ ഹാഡലാരനു. മാതാടു പ്ലസ് ലാരനു എന്നാൽ മാതാടലാരനു. പോകലാരനു എന്നാൽ മലയാളത്തിൽ പോകാൻ കഴിയില്ല. ഓതലാരനു എന്നാൽ മലയാളത്തിൽ വായിക്കാൻ കഴിയില്ല. കളിയലാരനു എന്നാൽ മലയാളത്തിൽ പഠിക്കാൻ കഴിയില്ല. ഹാഡലാരനു എന്നാൽ പാടാൻ കഴിയില്ല. മാതാടലാരനു എന്നാൽ സംസാരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. നാണ് ഹോഗലാരനു എന്നാൽ എനിക്ക് പോകാൻ കഴിയില്ല. അതേപോലെ നാണ് ഓതലാരനു എന്നാൽ എനിക്ക് വായിക്കാൻ കഴിയില്ല. നാണ് കളിയലാരനു എന്നാൽ എനിക്ക് പഠിക്കാൻ കഴിയില്ല. നാണ് ഹാഡലാരനു എന്നാൽ എനിക്ക് പാടാൻ കഴിയില്ല. നാണ് മാതാടലാരനു എന്നാൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. എനിക്ക് പോകാൻ കഴിയില്ല എന്നാൽ നാണ് ഹോഗലാരനു. എനിക്ക് എന്നാൽ കന്നഡത്തിൽ നാണ്. പോകാൻ എന്നാൽ ഹോഗ. കഴിയില്ല എന്നാൽ ലാരനു. അപ്പോൾ എനിക്ക് പോകാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാണ് ഹോഗ ലാരനു. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ കന്നഡത്തിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്.
അവ ഏവ? എനിക്ക് പോകാൻ കഴിയില്ല, എനിക്ക് വായിക്കാൻ കഴിയില്ല, എനിക്ക് പഠിക്കാൻ കഴിയില്ല, എനിക്ക് പാടാൻ കഴിയില്ല, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. എനിക്ക് എന്നതിന് കൃത്യമായ കന്നഡ വാക്ക് നന്നിന്ത എന്നാണ്. എന്നാൽ സാധാരണയായി നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയിൽ അങ്ങനെ പറയാറില്ല. അതിനു പകരം ഞാൻ എന്ന വാക്കിന്റെ കന്നഡ വാക്കായ നാണ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ പഠിക്കുകയും ചെയ്യാം. എനിക്ക് പോകാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാണ് ഹോഗലാരനു. അതേപോലെ എനിക്ക് വായിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാണ് ഓതലാരനു. എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാണ് കലിയലാരനു. എനിക്ക് പാടാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാണ് ഹാടലാരനു. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാണ് മാതാടലാരനു. പ്രയാസമൊന്നുമില്ല, എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ, കന്നഡത്തിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏവ? എനിക്ക് കഴിക്കാൻ കഴിയില്ല, എനിക്ക് കാണാൻ കഴിയില്ല, എനിക്ക് കെട്ടാൻ കഴിയില്ല, എനിക്ക് എഴുതാൻ കഴിയില്ല, എനിക്ക് നടക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, എനിക്ക് എന്നാൽ നാണ്, കഴിയില്ല എന്നാൽ ലാരനു. എനിക്ക് കഴിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാണ് തിന്നലാരനു. എനിക്ക് കാണാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാണ് നോടലാരനു. എനിക്ക് കെട്ടാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാണ് കെട്ടലാരനു. എനിക്ക് എഴുതാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാണ് ബരയലാരനു. എനിക്ക് നടക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാണ് നടയലാരനു. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ, കന്നഡത്തിൽ ഇതുവരെ എന്നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഞാൻ നമ്മൾ, നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ പറയാം. ഇവിടെ എത്ര വാചകങ്ങളുണ്ട്? 6 വാചകങ്ങളുണ്ട്. അവ ഏതെല്ലാം? എനിക്ക് പോകാൻ കഴിയില്ല, ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല, നിങ്ങളാൽ പോകാൻ കഴിയില്ല, അവനാൽ പോകാൻ കഴിയില്ല, അവളാൽ പോകാൻ കഴിയില്ല, അവരാൽ പോകാൻ കഴിയില്ല. ഇവിടെയുള്ള വാചകങ്ങളെ നന്നായി ശ്രദ്ധിക്കുക. എനിക്ക് എന്നാൽ നാണ്, പോകാൻ കഴിയില്ല എന്നാൽ പോകലാരനു, എനിക്ക് പോകാൻ കഴിയില്ല എന്നാൽ നാണ് ഹോഗലാരനു, ഞങ്ങൾക്ക് എന്നാൽ നാവു, പോകാൻ കഴിയില്ല എന്നാൽ ഹോഗലാരേവ്. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നാൽ നാവു ഹോഗലാരേവു. നിങ്ങളാൽ എന്നാൽ നീവു, പോകാൻ കഴിയില്ല എന്നാൽ ഹോഗലാരിരി. നിങ്ങളാൽ പോകാൻ കഴിയില്ല എന്നാൽ നീവു ഹോഗലാരിരി. അവനാൽ എന്നാൽ അവനു, പോകാൻ കഴിയില്ല എന്നാൽ ഹോഗലാരനു. അവനാൽ പോകാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ അവന് ഹോഗലാരനു. അതേപോലെ അവളാൽ എന്നാൽ അവളു, പോകാൻ കഴിയില്ല എന്നാൽ
ഹോഗലാരല്ലു. അവളാൽ പോകാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ അവള് ഹോഗലാരല്ലു. അവരാൽ എന്നാൽ അവരു. പോകാൻ കഴിയില്ല എന്നാൽ ഹോഗലാരരു. അവരാൽ പോകാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ അവര് ഹോഗലാരരു. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. എനിക്ക് പോകാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാന് ഹോഗലാരനു. ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാവു ഹോഗലാരവു. നിങ്ങളാൽ പോകാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നീവു ഹോഗലാരീരി. അവനാൽ പോകാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ അവനു ഹോഗലാരനു. അവളാൽ പോകാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ അവള് ഹോഗലാരല്ലു. അവരാൽ പോകാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ അവര് ഹോഗലാരരു. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഹായ് സ്നേഹിതരെ, ഇപ്പോൾ ലാരനു സൂത്രത്തിന്റെ സഹായത്തോടെ കന്നഡത്തിൽ വാക്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. അതേപോലെ ഈ ലാരനു സൂത്രം വഴിയായി കന്നഡത്തിൽ എങ്ങനെയുള്ള വാക്യങ്ങളായാലും എത്ര വാക്യങ്ങളായാലും നന്നായി 100% പറയാൻ കഴിയും. ഇത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ വാക്യങ്ങളായാലും വലിയ വലിയ വാക്യങ്ങളായാലും എത്രത്തോളം ഉണ്ടായാലും ഈ ലാരനു സൂത്രം മൂലം നിങ്ങൾക്കറിയാവുന്ന എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. ഓക്കെ.